Hello and welcome back. I'm Winnie and this is Easy English with Winnie. ഇന്ന് 7ാമത്തെ ലെസണാണ്. ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ലിസണിങ് ടെസ്റ്റ് നടത്താം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം ഞാൻ ചോദ്യം പറയാം. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഈ വായിക്കുന്ന കോണ്ടന്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് കേട്ടിട്ട് അതിൻ്റെ ഉത്തരം എഴുതണം. ചോദ്യം ഇതാണ്: ഡസ് മാക്സ് പ്ലേ വിത്ത് ഓൾ ഹിസ് ടോയ്സ്? മാക്സ് ആളുടെ എല്ലാ ടോയ്സും വെച്ച് കളിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. യെസ്, നോ എന്നല്ല, ഫുൾ ഉത്തരം പറയണേ. അപ്പോൾ റെഡിയാണോ? ശ്രദ്ധിച്ച് കേട്ടോളൂ. ഹായ്, ഐ എം റോയ്. ഐ ഹാവ് എ ഡോഗ് നെയ്മഡ് മാക്സ്. ഹീസ് എ സ്മോൾ ഡോഗ്. I have a little garden and Max loves running around in it. There's an old shed in the corner. Max thinks it's his house. There isn't a proper bed in there, but he still sleeps inside sometimes. He has a few toys, but he only plays with one, his favorite ball. I've had him for 3 years now and I can't imagine life without him. ഉത്തരം കിട്ടിയോ? ഒന്നുകൂടെ ചോദ്യം പറയാം. Does Max play with all his toys? ഉത്തരം ഉണ്ട്, ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ എങ്ങനെ പറയാം? യെസ്, മാക്സ് പ്ലേസ് വിത്ത് ഓൾ ഹിസ് ടോയ്സ്. ഇല്ലെന്നുണ്ടെങ്കിൽ നോ, മാക്സ് ഡസൻറ്റ് പ്ലേ വിത്ത് ഓൾ ഹിസ് ടോയ്സ്. അപ്പോൾ എഴുതിക്കോളൂ ഉത്തരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെസണിലേക്ക് കിടക്കാം. കോൺവെർസേഷനാണ്. ഇന്ന് അനുവും മനുവും ആര്യയുണ്ട്. റീസണിനെ കുറിച്ച് ഇന്ന് അധികം ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇവർ ഒരു കുപ്പായം എടുക്കാൻ വേണ്ടി പോയേക്കാം, ഒരു സ്വെറ്റർ. അപ്പോൾ മനു പറയാണ്, അത് പാകമാണോ സ്വെറ്റർ? എങ്ങനെ ചോദിക്കും? ഓർമ്മയുണ്ടോ എങ്ങനെയാ പറയാന്ന്? അപ്പോൾ നിനക്ക് സ്വെറ്റർ ഫിറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. നമ്മൾ മലയാളത്തിൽ നമ്മൾ പല രീതിയിൽ ചോദിക്കും അല്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡസ് ദ സ്വെറ്റർ ഫിറ്റ്? അയാൾ വലിക്കാറുണ്ടോ? ഡസ് ഹി സ്മോക്ക്? ഈ സ്വെറ്റർ ഫിറ്റ് ആവുന്നുണ്ടോ? ഡസ് ദ സ്വെറ്റർ ഫിറ്റ്? ഓക്കെ, ഡസ് ഇറ്റ് ഫിറ്റ്? ഫിറ്റ് ആണോ? ഡസ് ഇറ്റ് ഫിറ്റ്? ഫിറ്റിന് പകരം ഇവിടെ എന്താ സാധനം എന്ന് വെച്ചാൽ അത് ഡസ് ദ സ്വെറ്റർ ഫിറ്റ്. ഇത് പെട്ടെന്ന് ആലോചിച്ച് ചിലപ്പോൾ കിട്ടില്ല എങ്ങനെയാ പറയാന്ന്. കാരണം ഇസ് വരണോ ഡു ഡസ് വരണോ എന്നൊക്കെ കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ നേരത്തെ പറയാറുണ്ട്, മലയാളം എങ്ങനെ പറയണു അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കരുത്. ഓരോ കോൺടെക്സ്റ്റിൽ അതെങ്ങനെയാണ് വരികയെന്ന്. അപ്പോൾ എല്ലാ കോൺടെക്സ്റ്റും പഠിക്കണമെന്ന് വെച്ചാൽ വേണ്ട. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് മനസ്സിലാവും. നമ്മൾ കുറേ കേട്ട് പറഞ്ഞു വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും കേട്ടോ. ഈ പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം തന്നെ. ഇത് വർക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഡസ് ഇറ്റ് ഫിറ്റ്? അത് ഫിറ്റ് ആവുന്നുണ്ടോ? ഡസ് ഇറ്റ് ഫിറ്റ്? ഓക്കെ. അപ്പോൾ അനു പറയാണ്, അയ്യോ കുറച്ചധികം ചെറുതാന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ? അതിനെ പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണേ. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് അത് വളരെ ചെറുതാണെന്ന്. അപ്പോൾ ചെറുതാണെന്ന് പറയുക എങ്ങനെയാ? സ്മോൾ. അത് ചെറുതാണ്, ഇറ്റ് ഈസ് സ്മോൾ. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് പറ്റുന്നതിനേക്കാളും ചെറുതാണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് ടു സ്മോൾ. അപ്പോൾ ടു എന്ന് ഉപയോഗിക്കുമ്പം ഭയങ്കര ചെറുതാണ് എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ടു എന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മുടെ ആവശ്യത്തിന് പാകമല്ലാത്ത രീതിയിൽ ചെറുതാണ് എന്നുള്ള അർത്ഥം വരും. ഇറ്റ്സ് ടു ബിഗ് എന്ന് വെച്ചാൽ കുറച്ചധികം വലുതാണ്, നമുക്കതല്ല വേണ്ടത്, അത്രയും വലുപ്പം വേണ്ട, അത് കുറച്ചധികം ചെറുതാണ്. ഇറ്റ്സ് ടു സ്മോൾ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ടു സ്മോൾ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സെൻറ്റൻസ് പറയാൻ പറയട്ടെ. ഇതുപോലെ തന്നെ പറയണേ. അയ്യോ അത് കുറേ ദൂരെയാണ്. എങ്ങനെ പറയും? ഇറ്റ്സ് ദൂരെ എന്ന് പറയാൻ ഫാർ. ഇറ്റ്സ് ടു ഫാർ. കുറച്ചധികം ദൂരെ കേട്ടോ, അവിടെ സ്കൂൾ ശരിയാവില്ല. ഇറ്റ്സ് ടു ഫാർ. കുറച്ചധികം വില കൂടുതലാണ്, അങ്ങനെ പറയും. ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ. കുറച്ചധികം മധുരം കൂടുതലാണ്. ചില ആൾക്കാർക്ക് അത്രയും മധുരം പിടിക്കില്ലല്ലോ. എനിക്കൊന്നും പായസം ഒന്നും അത്രയും മധുരം ശരിയാവില്ല. അപ്പോൾ ചില സദ്യയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചധികം മധുരം കൂടിപ്പോകും, അപ്പോൾ തലക്കടിക്കും മധുരം. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? അയ്യോ ഇറ്റ്സ് ടു സ്വീറ്റ്. കിട്ടിയില്ല? അപ്പോൾ ഇറ്റ്സ് വെരി സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്, നല്ല മധുരമാണ്, നമുക്ക് ഇഷ്ടം. ഇറ്റ്സ് വെരി സ്വീറ്റ്, നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമ്മൾ മോശമാണോ നല്ലതാണോ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇറ്റ്സ് ടു സ്വീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ര പിടിച്ചിട്ടില്ല, മനസ്സിലായി? അപ്പോൾ ആ ധ്വനി വരണമെങ്കിൽ ടു എന്നുള്ള വാക്ക് തന്നെ വേണം. ടു. ഓക്കെ, മറക്കും അത്.
മറക്കരുത്. അപ്പൊ ആര്യ പറയാണ്, ശരിയാ, അത് ആവശ്യത്തിന് വലിപ്പമില്ല. അതെങ്ങനെ പറയും? യാ, ആവശ്യത്തിന് എന്ന് പറയാൻ ഇനഫ് എന്നുള്ളൊരു വാക്കാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇത് ആവശ്യത്തിന് വലിപ്പമില്ല. ഇറ്റ്സ് നോട്ട് ബിഗ് ഇനഫ്, അല്ലെ? ചെറുതാണെന്ന് പറഞ്ഞ ഒരാള് ഇറ്റ്സ് ടു സ്മോൾ എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു ആവശ്യത്തിന് വലിപ്പമില്ല, ഇറ്റ്സ് നോട്ട് ബിഗ് ഇനഫ്, അല്ലെ? ഇറ്റ്സ് ടു സ്മോളിന്റെ അതേ അർത്ഥം തന്നെയാണ് ഇറ്റ്സ് നോട്ട് ബിഗ് ഇനഫ്. നമ്മുടെ ആവശ്യത്തിന് വലിപ്പമില്ല, ഇറ്റ്സ് നോട്ട് ബിഗ് ഇനഫ്. അപ്പം നമ്മൾ ഒരു ബാഗ് എടുക്കുകയാണ് യാത്ര പോകാൻ വേണ്ടിയിട്ട്, അത് കുറച്ച് ചെറുതായി പോയി. അപ്പം നമ്മൾ അതിനെ പറയാത്ത ആവശ്യത്തിന് വലിപ്പമില്ലാന്ന്, ഇറ്റ്സ് നോട്ട് ബിഗ് ഇനഫ്, അല്ലെങ്കിൽ ഇറ്റ്സ് ടു സ്മോൾ, രണ്ടും പറയാം. ഇത് മനസ്സിലായോ? ഉപയോഗിക്കുന്നത് ഒരേ അർത്ഥമാണ്, പക്ഷെ രണ്ട് രീതിയിലാണത് പറയണത്. അപ്പം മനു പറയാണ്, നീല അതോ അതെങ്ങനെ ഫിറ്റ് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. ആ നീല അതോ അങ്ങനെ ചോദിക്കാം. വാട്ട് അബൌട്ട് ദ ബ്ലൂ വൺ? അപ്പോൾ നീല ഒരെണ്ണമില്ലേ, നീല അത് നമ്മൾ മലയാളത്തിൽ പറയാം. ഒന്ന് നീല ഒന്ന് എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല. അതുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് പറയണേ. കോൺവെർസേഷൻ കേട്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 30 ഡേ വാട്സപ്പ് കോഴ്സ് നടത്തുന്നുണ്ടല്ലോ, അത് കംപ്ലീറ്റ് കോൺവെർസേഷൻ കൊണ്ടാണ് പോണത്. ഭയങ്കര നല്ല റിവ്യൂസാണ് ആ കോഴ്സിനുള്ളത്. അത് പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മണിക്ക് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഞാനിങ്ങനെ ക്ലെയിംസ് പറയാറില്ല, അല്ലേ? നിങ്ങൾക്ക് എഫേർട്ട് ഇടണം, ഞാൻ ശ്രമിക്കാമെന്നൊക്കെ ഞാൻ പൊതുവെ പറയാറുള്ളൂ. പൊതുവെ എൻ്റെ കോഴ്സ് ഞാൻ മാക്സിമം കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സുകളാണ് ഞാൻ എടുക്കാറ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ റിവ്യൂസ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കുട്ടികൾ പറഞ്ഞത് അത് അങ്ങനെ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാൽ ഇംഗ്ലീഷ് നമ്മൾ ലൈഫിന് സെറ്റാക്കണം. അല്ലാണ്ട് നമ്മൾ IELTS പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കരുത്. ലൈഫിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ സ്വിമ്മിങ് പഠിക്കുക, ലൈഫിന് എപ്പോൾ നമുക്ക് സ്വിം ചെയ്യാൻ പറ്റിയാലും ഒരു അവസരം വന്നാൽ സ്വിം ചെയ്യണം. സൈക്ലിംഗ്, എപ്പോൾ ഒരു സൈക്കിൾ കിട്ടിയാലും, അത് ഇന്ത്യയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും, അതൊക്കെ ഇന്ത്യയിൽ തന്നെയാണല്ലേ, അമേരിക്കയിലാണെങ്കിലും നമുക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റണം. അതുമാതിരി ഇംഗ്ലീഷ് പഠിച്ചാൽ ഏത് സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് പിന്നെ ഒരു പ്രോബ്ലം ആവരുത്. ആ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കോഴ്സ് എടുക്കാം. പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. സമയമുള്ളപ്പോൾ മാത്രം എടുക്കുക. ഉഴപ്പി നടന്നിട്ട് ശരിയാവില്ല. അങ്ങനത്തെ ആൾക്കാർ കോഴ്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ആഗ്രഹമുണ്ട് കോഴ്സ് എടുത്തിട്ട് ഇംഗ്ലീഷ് റെഡിയാക്കണമെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളൂ. എന്നോട് അപ്പുറത്തെ ക്ലാസ്സിലെ ടീച്ചർ കഴിഞ്ഞ ദിവസം ചോദിക്കില്ല, നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനുണ്ടല്ലോ, ഇപ്പം എവിടെയാ പഠിച്ചതെന്ന് ചോദിച്ചു. ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ പോലും അറിയാണ്ട് എനിക്ക് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റി. അതുപോലെ തന്നെ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ ടോപ്പിലുണ്ടായിരുന്നു. സോ താങ്ക്ഫുൾ ടു യു മാഡം. ഞാൻ വേറൊരു കോഴ്സിന് ചേർന്ന് എൻ്റെ പൈസ പോയായിരുന്നു. അപ്പം പിന്നെ ഏത് ചേരണം, പിന്നെ ചുമ്മാ അങ്ങനെ ചേരണം എങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് യൂട്യൂബിൽ മാഡത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്. ചേർന്നതിന് മുമ്പ് പേടിയുണ്ടായിരുന്നു എന്താവും എങ്ങനെയാവും എന്നൊക്കെ. പക്ഷേ ഇത് ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിങ്ങുമാണ്, നമുക്ക് പഠിക്കാനും പറ്റും. നമ്മളറിയാണ്ട് തന്നെ നമ്മളങ്ങ് പഠിച്ചു പോകും. നല്ല ക്ലാസ്സാണ്, എന്നെ സംബന്ധിച്ച് നല്ല സൂപ്പർ ക്ലാസ്സാണ്. ഇനിയുള്ള ക്ലാസ്സിലും ചേരണമെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. എന്നും പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു റിയാലിറ്റി മനസ്സിലായത് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫിലിപ്പീനുമായിട്ട് സംസാരിക്കേണ്ടി വന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വേർഡ്സ് വന്നു. ഒരു 3 മിനിറ്റ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു, ഇത് ഞാൻ തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്ന്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്റ്റക്കൊക്കെ ആകുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഫ്ലുവൻ്റായിട്ട് നല്ല ഒഴുക്കോടെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയായിരുന്നു. ഇപ്പം മാം എല്ലാ ഓഡിയോ മെസ്സേജ് ഇട്ടിട്ടും പറയും, നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കണേ, നിങ്ങൾക്ക് ഇതൊരു മിറാക്കിൾ സംഭവിക്കും, ഉറപ്പാ. ആ മിറാക്കിൾ എനിക്ക് സംഭവിച്ചു. എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നീല അതോ അങ്ങനെ ചോദിക്കാൻ വാട്ട് അബൌട്ട്, അതിൻ്റെ കാര്യം എന്താ? വാട്ട് അബൌട്ട്, അപ്പോഴും ആ സെൻറ്റൻസ് എങ്ങനെ തുടങ്ങാം? വാട്ട് അബൌട്ട് ദ ബ്ലൂ വൺ, ആ നീലയോ? വാട്ട് അബൌട്ട് ദ ബ്ലൂ വൺ. അവളുടെ കാറോ? അങ്ങനെ ചോദിക്കും. വാട്ട് അബൌട്ട് ഹെർ കാർ, വാട്ട് അബൌട്ട് ഹെർ കാർ. അവൻ്റെ എക്സാമോ? അതിൻ്റെ കാര്യമോ? വാട്ട് അബൌട്ട് ഹിസ് എക്സാം, വാട്ട് അബൌട്ട് ഹിസ് എക്സാം. കണ്ടോ അത് ഉപയോഗിക്കുന്നത്? വേറെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അപ്പം നമ്മൾ വാട്ട് അബൌട്ട് ആ സാധനം.
ഇതിന് തന്നെ ഒരു പേര് പറയും, വാട്ട് അബൌട്ടിസം. നമ്മൾ ചിലപ്പോൾ ആൾക്കാരോട് ചോദിക്കില്ലേ, നീ ഇങ്ങനെ ഇത്രയും കാശ് ഇതിനൊക്കെ സ്പെൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും, ആ കുട്ടിയുടെ സർജറിക്ക് നിങ്ങൾ ഇത്രയും കാശ് സ്പെൻഡ് ചെയ്തില്ലേ. ശരിക്കും പറഞ്ഞാൽ സർജറി വെച്ചാൽ എസെൻഷ്യൽ കാര്യമില്ല. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അവൾക്ക് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്തു, എനിക്ക് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇങ്ങനെ പറയില്ലേ, വാട്ട് അബൌട്ട് അത്. അപ്പോൾ അതിന് പറയുന്നതാണ് വാട്ട് അബൌട്ടിസം. ഈ ഡിബേറ്റ്സിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പം ആൾക്കാർ നമ്മുടെ ഈ ഇതിന് ശ്രദ്ധ മാറ്റി അവരങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് വാട്ട് അബൌട്ടിസം. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ന്യൂസോ ഡിബേറ്റ്സോ ഒക്കെ കേൾക്കുമ്പോൾ ദിസ് ഇസ് വാട്ട് അബൌട്ടിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആഹാ അവൻ അപ്പം അതോ ഒന്ന് ചോദിക്കുകയാണ് അവിടെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആര് പറയാണ്, ഒന്നും ഫിറ്റ് ആവണില്ല കേട്ടോ, ഒന്നും ഫിറ്റ് ആവണമെന്ന് തോന്നണില്ല, അതിന് പറയും. ഇതൊക്കെ വളരെ കാഷ്വൽ കോൺവെർസേഷനിൽ യൂസ്ഫുൾ ആണ്. ഒന്നും ഫിറ്റ് ആവും തോന്നണില്ല, ഉണ്ടായിക്കോളൂ സെൻറ്റൻസ്. ഒന്നും എന്ന് പറയാൻ നത്തിങ്, തോന്നുക, അങ്ങനെ നമുക്ക് തോന്നുകയല്ലേ. അപ്പോൾ സീംസ് എന്ന് പറയാം, തിങ്ക് അല്ല. നത്തിങ് സീംസ് ടു ഫിറ്റ്, നത്തിങ് സീംസ് ടു ഫിറ്റ്. ഇതും നമുക്കിങ്ങനെ ഓരോരോ വാക്ക് വെച്ച് ഇതാണെങ്കിൽ എങ്ങനെ ഇതാണെങ്കിൽ എങ്ങനെ എന്നിട്ട് മലയാളത്തിൽ നിന്ന് പഠിപ്പിച്ചാൽ പറ്റില്ല. ഒന്നും ഫിറ്റ് ആവുമെന്ന് തോന്നുന്നില്ല, നത്തിങ് സീംസ് ടു ഫിറ്റ്. ഒന്നും വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല, എങ്ങനെ പറയാം, നത്തിങ് സീംസ് ടു വർക്ക് അല്ലേ. കുറേ സാധനങ്ങൾ നമ്മൾ എടുത്ത് നോക്കി ഒരു സാധനവും വർക്ക് ചെയ്യുന്നില്ല, നത്തിങ് സീംസ് ടു വർക്ക്. ഓക്കെ, അപ്പം നത്തിങ് സീംസ് ടു. ഓക്കെ, അപ്പം ആര് പറയണ നത്തിങ് സീംസ് ടു ഫിറ്റ്, ഒന്നും ഫിറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റോർ ട്രൈ ചെയ്യാം എന്ന് പറയാണ്. എങ്ങനെ പറയാം, ഒന്നില്ലെങ്കിൽ നമുക്ക് ക്യാൻ വി ട്രൈ അനദർ സ്റ്റോർ, നമുക്ക് വേറൊരു സ്റ്റോർ ട്രൈ ചെയ്യാം. അവരോട് ചോദിക്കാം, നമുക്ക് വേറെ സ്റ്റോറിൽ പോയാലോ, ക്യാൻ വി ഗോ ടു അനദർ സ്റ്റോർ, അല്ലെങ്കിൽ ക്യാൻ വി ട്രൈ അനദർ സ്റ്റോർ എന്നൊക്കെ പറയാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ നമുക്ക് വേറൊരു സ്റ്റോറിൽ പോവാം. അപ്പം പോയാലോ, പോകാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കണ്ട, പോവാം. കാരണം അവർ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അപ്പം നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അപ്പം നമുക്ക് അവിടെ പെർമിഷൻ ഒന്നും ചോദിക്കണ്ട. അപ്പോൾ ലെറ്റ്സ് ട്രൈ അനദർ സ്റ്റോർ. ഇത് കഴിഞ്ഞ ദിവസം ഒരാളുടെ സംശയം ചോദിച്ചതാണ്, ക്യാൻ ഉപയോഗിക്കണോ ലെറ്റ് ഉപയോഗിക്കണം. ക്യാൻ വി ഡു ദിസ് എന്ന് ചോദിച്ചാൽ നമുക്കത് ചെയ്യാമോ എന്നാ. അപ്പം നമുക്ക് ഭയങ്കര ക്ലോസ് ആയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ക്യാൻ ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ, നമ്മളങ്ങനെ തീരുമാനിച്ചാൽ മതി, അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെറ്റ്. അപ്പോൾ ലെറ്റ്സ് ട്രൈ അനദർ സ്റ്റോർ, ലെറ്റ്സ് ട്രൈ അനദർ സ്റ്റോർ. നമുക്ക് മുംബൈയിൽ പോയാലോ, സെൻസ് ഉണ്ടാക്കോ, ലെറ്റ്സ് ഗോ ടു മുംബൈ, നല്ല സ്ഥലം, ലെറ്റ്സ് ഗോ ടു മുംബൈ. നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്താലോ, ലെറ്റ്സ് ഓർഡർ ബിരിയാണി, ലെറ്റ്സ് ഓർഡർ ബിരിയാണി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അനു പറയാണ്, അയ്യോ എനിക്ക് ഞാൻ വയ്യാണ്ടായിട്ടോ, നമുക്ക് ലഞ്ച് കഴിക്കാം, 2 മണിയായി. എങ്ങനെ പറയാം, ആദ്യം ഞാൻ ഭയങ്കര ക്ഷീണിച്ചു, എങ്ങനെ പറയാം, ഐ ആം സോ ടയേർഡ്. അയ്യോ തീരെ വയ്യാൻ പറ്റോ, ഐ ആം സോ ടയേർഡ്, ഐ എം വെരി ടയേർഡ് എന്ന് പറയാം, അതും കുഴപ്പമില്ല. ഐ എം സോ ടയേർഡ് എന്നും പറയാം, ഐ എം സോ ടയേർഡ്, ഉഫ് എനിക്ക് വയ്യ, ഐ എം സോ ടയേർഡ്. നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പം ഇവർക്ക് ചിലപ്പോൾ ഇനി ഷോപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പം അനു പറയാം, അയ്യോ നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പം ഇവരോടൊന്ന് സമ്മതിക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാൻ വി ഹാവ് ലഞ്ച് ചോദിക്കുക, പറ്റുമോ, എനിക്ക് വയ്യടാ, ക്യാൻ വി ഹാവ് ലഞ്ച്, നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. കണ്ടോ, അപ്പോൾ അവിടെ നമ്മൾ ലെറ്റ്സ് ഹാവ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അനുവിന് ഉറപ്പാണ് അതൊരു പ്രശ്നമല്ല, ഇവരെല്ലാവരും വിശന്നിരിക്കാൻ അപ്പോൾ പോവാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലെറ്റ്സ് ഹാവ് ലഞ്ച് എന്ന് പറയാം. ഇവിടെ അനു ഇനി ഇവർമാർക്ക് ഞാൻ താല്പര്യം ഇല്ലെങ്കിലോ, എടാ പ്ലീസ് എടാ നമുക്ക് ക്യാൻ വി ഹാവ് ലഞ്ച്, അപ്പോൾ അവരൊന്ന് സമ്മതിക്കണം ഇത്തിരി. അതുകൊണ്ടാണ് അവിടെ ക്യാൻ ഉപയോഗിച്ചത്. കേട്ടോ, വളരെ ചെറിയ ഡിഫറൻസാണ്. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ്, നമുക്ക് പോവാം. പക്ഷെ ഇതിപ്പോൾ ചിലപ്പോൾ അവർക്ക് ഊണ് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിലോ, ചിലപ്പോൾ അവർക്ക് കുറച്ച് ഷോപ്പ് ചെയ്യണമെങ്കിലോ അല്ലേ, അപ്പോൾ ഊണ് കഴിക്കാടാ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാൻ വി ഹാവ് ലഞ്ച്, 2 മണിയായി, അങ്ങനെ പറയാം, ഇറ്റ്സ് ഓൾറെഡി 2. അപ്പം വേണമെങ്കിൽ ഇറ്റ്സ് 2, 2 മണിയായി. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കണേ, ഈ സമയം പറയുമ്പം ഇറ്റ് വെച്ച് തുടങ്ങാം. 4 മണിയായി, ഇറ്റ്സ് 4. 5 മണിയായി, ഇറ്റ്സ് 5. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് അത് പലപ്പോഴും നമുക്ക് ഇങ്ങനെ 2 മണിയായി എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ പറയാതെ എപ്പോഴും ആൾക്കാർ സ്റ്റക്കാവുന്ന സ്ഥലമാണ്. ഇറ്റ്സ് 2, ഇറ്റ്സ് 3, ഇറ്റ്സ് 4. ഓക്കെ, ഓൾറെഡി ആയി, അത് അത്രയൊരു ബുദ്ധിമുട്ട് പറയാം. അത് 2 മണി വരെ ആയിടാ, 2 മണി ആയി കഴിഞ്ഞാടാ, അങ്ങനെ ഇറ്റ്സ് ഓൾറെഡി 2. ഓക്കെ, മനു അപ്പോൾ എന്താ പറയണേ, ഞാനിത് പറയാതിരിക്കായിരുന്നു. മനു പറഞ്ഞില്ല എന്നേ ഉള്ളൂ, മനുവിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാതിരിക്കായിരുന്നു, അതെങ്ങനെ പറയും, ഞാൻ പറയാതിരിക്കായിരുന്നു. ഇതൊക്കെ നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന സെൻസുകളല്ലേ, എങ്ങനെ പറയാം. അപ്പോൾ ഐ വാസ് അബൌട്ട് ടു സേ ദ സെയിം, ഐ വാസ് അബൌട്ട് ടു എന്ന് വെച്ചാൽ പോവുമായിരുന്നു ഒരു കാര്യം ചെയ്യാൻ, എന്ത് ചെയ്യാൻ, പറയാൻ. ഐ വാസ് അബൌട്ട് ടു സേ ഇത് തന്നെ, ദ സെയിം.
ഐ വാസ് അബൌട്ട് ടു. ഇത് ശ്രദ്ധിക്കണേ, നമ്മൾ ഐ വാസ് അബൌട്ട് ടു സേ ദ സെയിം എന്ന് നിങ്ങൾ ആരും പറയണത് കേൾക്കില്ല, ഉറപ്പാ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, ഇയാളെന്ന് ഇങ്ങനെ പറയണേന്ന് ഉറപ്പായിട്ടും ആലോചിക്കും. ഈ ഫ്രേസ് നിങ്ങൾ അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ പറയുന്ന രീതി കൂടെ പഠിക്കണം. ഐ വാസ് അബൌട്ട്, കണ്ട, ഐ വാസ് അബൌട്ട്, ഐ വാസ്. എപ്പോഴും വീക്ക് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. വീക്ക് ഫോം എന്ന് വെച്ചാൽ വാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രോങ് ഫോം. അത് നമ്മൾ സെൻറ്റൻസിൽ വരുമ്പോൾ വാസ് എന്നുള്ളത് വിസ് എന്ന് വരും. ഐ വാസ് അബൌട്ട്, വിസ് അബൌട്ട്, വിസ് അബൌട്ട്. അത് ഒറ്റ രീതിയിലൂടെ പറയണം. ഐ വാസ് അബൌട്ട്, അതൊരു ടു എടുത്തിട്ട് ഐ വാസ് അബൌട്ട് സേ ദ സെയിം. ഞാനത് ചെയ്യാൻ പോവായിരുന്നു, അങ്ങനെ പറയും. ഐ വാസ് അബൌട്ട് ടു ഡു ഇറ്റ്, അല്ലേ? ഒരാൾ പാത്രമൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ നമ്മളിങ്ങനെ അടുക്കളയിൽ ഓരോ പണി ചെയ്യാം. അപ്പോൾ ഒരാൾ വന്ന് സഹായിച്ചു, അയ്യോ ഞാൻ ചെയ്യാൻ പോയിരുന്നത്, ഐ വാസ് അബൌട്ട് ടു ഡു ഇറ്റ്. ഞാൻ അവനെ വിളിക്കാൻ പോവായിരുന്നു, അങ്ങനെ പറയാം. ഐ വാസ് അബൌട്ട് ടു കോൾ ഹിം. തെറ്റോ? ഇനി ഐ വാസ് അബൌട്ട് ടു, ഒന്നും കൂടെ പറഞ്ഞു, പാട്ട് പോലെ അങ്ങനെ പറഞ്ഞോളൂ. ഐ വാസ് അബൌട്ട് ടു. ഓക്കെ, എന്നിട്ട് എന്താ ആ പ്രവൃത്തി ചെയ്യുക? പറയാണോ, വിളിക്കുകയാണോ, ക്ലീൻ ചെയ്യാനാണോ? അപ്പോൾ ഐ വാസ് അബൌട്ട് ടു ക്ലീൻ ഇറ്റ്. ഓക്കെ, അത് സെയിം എന്ന് വെച്ചാൽ ഇത് തന്നെ. നീ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാൻ പറ്റുന്നത്. 2 മണിയേടാ, ക്ഷീണിച്ച് വിശക്കുന്നുണ്ട്, ഐ വാസ് അബൌട്ട് ടു സേ ദ സെയിം. അപ്പോൾ ആദ്യം വരാണേ, ആ മോളിൻ്റെ അടുത്ത് പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്, എങ്ങനെ പറയാ? ഇത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നാ. എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? there is. ഇതും സെന്റൻസ് തുടങ്ങാനാണ് ആൾക്കാർ പാടുവിടുക. there is എന്തല്ല അവിടെ? a new restaurant. എവിടെയാണ്? near the mall. there's a new restaurant near the mall. there is a, ഇതാണ് ഒറ്റ ഒരു ചങ്കായിട്ട് വരുന്നത്. there's a new restaurant near the mall. ഓക്കെ, നമുക്ക് അവിടെ പോകണോ? നമ്മളവിടെ പോകണോ എന്ന് ചെയ്യുക? നമുക്കവിടെ പോവാം. ക്യാൻ വി ഗോ ദെയർ എന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോകാൻ ആഗ്രഹം, അപ്പോൾ നമുക്കവിടെ പോവാടാ. ക്യാൻ വി ഗോ ദെയർ നല്ലതാന്ന് തോന്നുന്നു എന്നുള്ള അർത്ഥം. നമ്മളവിടെ പോകണോ എന്ന് ചോദിക്കണമെങ്കിൽ ഷുഡ് വി ഗോ ദെയർ, അങ്ങനെ പറഞ്ഞുണ്ട്. പോകണോ? ഷുഡ് വി ഗോ ദെയർ, നമുക്കവിടെ പോവാം. ലെറ്റ്സ് ഗോ ദെയർ, അല്ലേ? അപ്പോൾ നമുക്ക് അത് നല്ലൊരു തീരുമാനമായിരിക്കും, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ദെയർ. പക്ഷേ ഇവിടെ ആര്യയ്ക്ക് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, നമ്മളവിടെ പോകണോ? നമുക്ക് എല്ലാം കൂടെ തീരുമാനിക്കാം. നമുക്കങ്ങനെ ആര്യയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ പോകണമെന്നോ പോകണ്ടെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം. അങ്ങനെ ഷുഡ് വി ഗോ ദെയർ, നിങ്ങളുടെ അഭിപ്രായം അറിയണം. ഇവിടെ മനസ്സിലായി, ഞാനിവിടെ ഇതിടാൻ കാരണം ഇത് പല രീതിയിൽ നമുക്ക് അവിടെ ചോദിക്കാം. അപ്പം നമ്മുടെ മൂഡും ആ ഇമോഷനും അനുസരിച്ചാണ് എപ്പോഴും അവിടെ എന്താ വരേണ്ടതെന്ന് തീരുമാനിക്കണേ. മനസ്സിലായോ? പോണോ? ഷുഡ് വി ഗോ? പോവാവോ? ക്യാൻ വി ഗോ? എനിക്ക് ഇഷ്ടമാടാ, ക്യാൻ വി ഗോ ദെയർ? നമുക്കവിടെ പോവാം, എക്സൈറ്റഡ് ആയിട്ട് നമുക്കവിടെ പോവാം. ലെറ്റ്സ് ഗോ ദെയർ. കണ്ടോ ആ വ്യത്യാസം? മനസ്സിലായോ? തലയാട്ടുന്നുണ്ടോ എന്താ? ഞാൻ ചോദിക്കും, ഉത്തരം വരണേ. നമുക്കൊന്ന് പുറത്തുനിന്ന് കഴിക്കാം പ്ലീസ്, എങ്ങനെ പറയാ? അപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സമ്മതിക്കണം. അങ്ങനെ ക്യാൻ വി ഈറ്റ് ഔട്ട് പ്ലീസ്? ക്യാൻ വി ഈറ്റ് ഔട്ട്? പുറത്തുനിന്ന് കഴിക്കാം, ഈറ്റ് ഔട്ട്. ക്യാൻ വി ഈറ്റ് ഔട്ട് പ്ലീസ്? നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ? ലെറ്റ്സ് ഈറ്റ് ഔട്ട്, അല്ലേ? നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെ ആവും എനിക്ക് ഉറപ്പ്. അപ്പോൾ ലെറ്റ്സ് ഈറ്റ് ഔട്ട്. ഒന്ന് പുറത്തുനിന്ന് കഴിക്കണോ? അവിടെ ഇന്നൊന്നും വെച്ചിട്ടില്ല അമ്മ, പുറത്തുനിന്ന് കഴിക്കണോ? ഷുഡ് വി ഈറ്റ് ഔട്ട്? ഷുഡ് വി ഈറ്റ് ഔട്ട്? ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞേ? നിങ്ങളുടെ എന്താ അഭിപ്രായം എന്താ? ഷുഡ് വി ഈറ്റ് ഔട്ട്? പുറത്തുനിന്ന് കഴിക്കണോ? മനസ്സിലായോ? ഇതൊരു മനസ്സിലായെന്ന് പറയുന്നത്. ഇത്രമാത്രം അഭിനയിച്ച് തകർത്ത് സ്ഥിതിക്ക് നിങ്ങൾക്കത് മനസ്സിലാവണം. ഒരു 3 ഇതുമാതിരി ഒന്ന് അഭിനയിച്ച് തകർക്കും നിങ്ങളും, അപ്പം നിങ്ങൾക്കത് പിടികിട്ടും. എന്താ അഭിനയിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് മീൻ വാങ്ങണോ? ബൈ ഫിഷ് ടുഡേ, കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വാങ്ങിക്കാം പ്ലീസ് എന്നാണെങ്കിൽ ക്യാൻ വി ബൈ ഫിഷ് ടുഡേ? മീൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം, അപ്പോൾ മീൻകാരൻ വന്നിട്ടില്ല, പക്ഷേ എന്നാലും ആ കടയിൽ പോയാൽ കിട്ടും. ക്യാൻ വി ബൈ ഫിഷ് ടുഡേ? ഇന്ന് ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങിക്കാം. അടുത്തത് അഭിനയിച്ച് തകർക്കണേ, അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ഫിഷ് വാങ്ങിക്കണമെന്ന് കുറേ ദിവസമായി വാങ്ങിച്ചൊന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ട്. വാങ്ങിക്കണോ? ഭാര്യയോട് ചോദിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം, അങ്ങനെ പറയാം. ഷുഡ് വി ബൈ ഫിഷ് ടുഡേ? ഫിഷ് വാങ്ങിക്കണമെന്ന് അഭിനയിക്കണേ. മൂന്നാമത്തത് ഫിഷ് വാങ്ങിക്കാം, അടിപൊളി, ലെറ്റ്സ് ബൈ ഫിഷ് ടുഡേ. ഓക്കെ, ഇത് അഭിനയിച്ചേ പറ്റൂ കേട്ടോ. അടുത്തത് അതിന് പറയാണ്, അവർ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കാറുണ്ടോ അവിടെ? എങ്ങനെ ചോദിക്കാം? ഡു ദേ സെർവ് വെജിറ്റേറിയൻ ഫുഡ്? ഡു ദേ സെർവ്, അവർ സെർവ് ചെയ്യാറുണ്ടോ വെജിറ്റേറിയൻ ഫുഡ് സെർവ് ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പോൾ അവിടെ സെർവ് എന്നുള്ള വാക്ക് പൊതുവെ കിട്ടാണ്ട് നമ്മൾ ഗിവ് എന്നൊക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. സെർവ് ആണ് നല്ല വാക്ക്. സെർവ് ചെയ്യുക, ഫുഡ് സെർവ് ചെയ്യുക ചെയ്യാം. ഡു ദേ സെർവ് വെജിറ്റേറിയൻ ഫുഡ്? അപ്പോൾ മനു വയ്ക്കാം,
എപ്പോൾ മുതലാണ് നീ നോൺ വെജ് കഴിക്കണം നിർത്തിയത്? മാന്യമായൊരു ഡൗട്ട് അല്ലേ? ഇന്നലെ വരെ ബിരിയാണി കാല് ചിക്കൻ കാല് വലിച്ചു പറിച്ച് കഴിച്ച് അവളെ നോക്കിയിട്ട് മനു ചോദിക്കുകയാണ്, എന്ന് മുതലാണ് നീ നോൺ വെജ് കഴിക്കാൻ നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? സിൻസ് വെൻ, എപ്പം മുതൽ? സിൻസ് വെൻ എന്താ ചെയ്തത്? ഡിഡ് യു സ്റ്റോപ്പ് ഈറ്റിംഗ് നോൺ വെജ്? എപ്പം മുതലാണ് നീ നോൺ വെജ് കഴിക്കാൻ നിർത്തിയത്? സിൻസ് വെൻ ഡിഡ് യു സ്റ്റോപ്പ് ഈറ്റിംഗ് നോൺ വെജ്? ചോദ്യത്തെ രീതിയിലാകുമ്പോൾ ആ ടൂൺ ഒന്ന് മാറണേ. സിൻസ് വെൻ ഡിഡ് യു സ്റ്റോപ്പ് ഈറ്റിംഗ് നോൺ വെജ്? സിൻസ് വെൻ ഡിഡ് യു സ്റ്റോപ്പ് ഈറ്റിംഗ് നോൺ വെജ്? ഓരോ പുതിയ അടവും കൊണ്ട് വരുന്നു. അപ്പം അതിന് പറയാം, അയ്യോ ഞാൻ തിന്നുന്നൊന്നും നിർത്തിയിട്ടില്ല, അത് തിന്നുന്നൊന്നും നിർത്തിയിട്ടില്ല. അപ്പം എന്നെ പറയാം, ഐ ഹാവൻറ്റ് സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഇറ്റ്. കേട്ടോ, ഐ ഹാവൻറ്റ് സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഇറ്റ്. ഐ ഹാവൻറ്റ് സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഇറ്റ്. ഞാനത് തിന്നുന്നത് നിർത്തിയിട്ടൊന്നുമില്ല. ഐ ഹാവൻറ്റ് സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഇറ്റ്. വയറിനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ പറയാം. അപ്പോൾ ഇത് പലപ്പോഴും പറയാൻ അറിയാത്തപ്പോൾ പലപ്പോഴും പറയാമെന്ന് അറിയോ, എനിക്ക് വയറുവേദന ഉണ്ട്, ഐ ഹാവ് എ സ്റ്റമക്ക് കേക്ക്. അപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, എൻ്റെ വയറിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറയാൻ ടു ഫീൽ എ ബിറ്റ് ഓഫ് എന്നുള്ള വാക്കാം. ടു ഫീൽ എ ബിറ്റ് ഓഫ്, OFF, ഓഫ്. ടു ഫീൽ എ ബിറ്റ് ഓഫ്. അപ്പോൾ എവിടെയാണ് ബിറ്റ് ഓഫ് ഫീൽ ചെയ്യണത്? വയറിന്. അപ്പോൾ മൈ ടമ്മി അല്ലെങ്കിൽ മൈ സ്റ്റമക്ക് ഫീൽസ് എ ബിറ്റ് ഓഫ് ടുഡേ. വയറിന് എന്തോ ഒരു ബുദ്ധിമുട്ട്. മൈ സ്റ്റമക്ക് അല്ലെങ്കിൽ മൈ ടമ്മി ജസ്റ്റ് ഫീൽസ് എ ബിറ്റ് ഓഫ് ടുഡേ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മതി. സോ ഐ വോണ്ട് സംതിങ് ലൈറ്റ്. എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമാണെന്ന് വേണ്ടത്. എനിക്ക് അധികമൊന്നും വേണ്ട. ബിരിയാണി ഒന്നും കഴിക്കാനുള്ളൊരു നിലയിലല്ല എൻ്റെ വയറ്, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ മൈ ടമ്മി ജസ്റ്റ് ഫീൽസ് എ ബിറ്റ് ഓഫ് ടുഡേ. ഇത് ഇത്തിരി പാടാൻ തോന്നും. അപ്പം നിങ്ങൾ ആകെ ആ ചങ്ക് ടു ഫീൽ എ ബിറ്റ് ഓഫ്, ടു ഫീൽ എ ബിറ്റ് ഓഫ്. എന്താണ് ഫീൽ ചെയ്യണം? ഓഫ്. ബിറ്റ് എന്ന് വെച്ചാൽ ഇത്തിരി, അതാണ് അർത്ഥം. ടു ഫീൽ എ ബിറ്റ് ഓഫ്, ഒരു ഇത്തിരി എന്തോ പോലെ. ടു ഫീൽ എ ബിറ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ മൈ ടമ്മി ജസ്റ്റ് ഫീൽസ് എ ബിറ്റ് ഓഫ് ടുഡേ. ഫീൽസ്, ടമ്മി ഒരെണ്ണേ ഉള്ളൂ, സിംഗുലർ. ഞാൻ നിങ്ങളും അല്ലാതെ വേറെ ഒരു സിംഗിളായ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ടമ്മിയും സിംഗിളായ ഒരാളാണ് കേട്ടോ. അങ്ങനെ കാണിച്ചത് ഒരു ഒറ്റ സാധനമല്ലേ, ടമ്മീസ് അല്ലല്ലോ, കുറേ വയറുകളല്ലോ. അപ്പോൾ മൈ ടമ്മി ജസ്റ്റ് ഫീൽസ് എ ബിറ്റ് ഓഫ് ടുഡേ. സോ ഐ വോണ്ട് സംതിങ് ലൈറ്റ്. എനിക്ക് കുറച്ച് ലൈറ്റ് എന്തെങ്കിലും വേണം. അപ്പോൾ ആരും പറയാം, വെള്ളം വേണോ? ഭയങ്കര ചൂടുണ്ടെന്ന്. എന്നെ ചോദിക്കാം, വെള്ളം വേണമെന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു വോണ്ട് സം വാട്ടർ? ഡു യു വോണ്ട് സം വാട്ടർ? എന്തെങ്കിലും വേണം. ഡു യു വോണ്ട് ആ സാധനം. ഡു യു വോണ്ട് സം വാട്ടർ? ഡു യു വോണ്ട് സം വാട്ടർ? ഡു യു വോണ്ട് ഒരുമിച്ച് പറയണം. ഇത് എടുത്ത് പറക്കി പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഡു യു വാണ്ട് സം വാട്ടർ എന്ന് ഒരിക്കലും പറയരുത്. ഡു യു വാണ്ട് സം വാട്ടർ? ഭയങ്കര ചൂടുള്ള ദിവസമാണ്. എഗെയിൻ ഇത് ഓർമ്മയുണ്ട് എങ്ങനെ പറയാമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, സമയം പറയാ. ഇറ്റ്സ് 2, ഇറ്റ്സ് 3. അതുമാതിരി തന്നെയാണ് കാലാവസ്ഥ. ചൂടാണ്, ഇറ്റ്സ് ഹോട്ട്. ഇന്ന് ഭയങ്കര കുറച്ച് അധികം ചൂടാണെന്ന്. അപ്പോൾ സഹിക്കാൻ പറ്റുന്നേക്കാൾ കൂടുതൽ. അപ്പോൾ ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. കേട്ടോ, ഒരു സാധാരണ ഒരു തണുപ്പുള്ള സമയത്ത് നല്ല ഒരു വാമത്തൊക്കെയുള്ള ചൂടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെ, ഇത് സഹിക്കാവുന്നതിന് അപ്പുറമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അധികമാണത്. അപ്പോൾ ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. ആ ടു ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചതാണ്, അതുകൊണ്ട് ഞാനിവിടെ എടുത്ത് പറയണേ. അപ്പം ഇനി ഇവർ റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. അപ്പോൾ ആരും പറയാം, ഞാൻ ബർഗർ കഴിക്കാം ഫ്രൈസിൻ്റെ ഒപ്പം. ഫ്രൈസ് എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ്, ഈ പൊട്ടറ്റോ ചിപ്സില്ലേ, എന്താ പറയുക, നീളനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഫ്രൈസ്. അപ്പം ഞാനത് കഴിക്കാം. എങ്ങനെ പറയാം? ഐൽ ഹാവ്. അപ്പം ഞാൻ ഇതാണ് ചെയ്യാൻ പോണത്, എൻ്റെ പ്ലാൻ ഇതാണ്, എൻ്റെ ഡിസിഷൻ ഇതാണ്. അപ്പോൾ ഐൽ ഹാവ്, ഐ വിൽ ഹാവ് ആണ്, പക്ഷെ പറയുമ്പോൾ ഐൽ ഹാവ്. അപ്പോൾ നിങ്ങൾ അടുത്തവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ മെനു ഒക്കെ നോക്കിയിട്ട് പറയാം ഐൽ ഹാവ് ആ സാധനത്തിൻ്റെ പേര്. അപ്പോൾ ആദ്യം പറയണത് ഐൽ ഹാവ് എ ബർഗർ വിത്ത് ഫ്രൈസ്. ഫ്രൈസിൻ്റെ ഒപ്പം ബർഗർ കഴിക്കാം. ഐൽ ഹാവ് എ ബർഗർ വിത്ത് ഫ്രൈസ്. അപ്പം മനു എന്താ പറയണേ? ഈ മെനു നോക്കിയിട്ട് പറയാണ് ഞാൻ ഇത് കഴിക്കാം. അങ്ങനെ പറയാം, ഞാൻ ഇത് കഴിക്കാം. മെനുവിൽ കാണിക്കാം ഐൽ ഹാവ് ദിസ്. പേര് പറയാൻ ചിലപ്പോൾ വായിക്ക് പറ്റാത്ത ചിക്കൻ വെട്ടിപ്പൊളിച്ചതോ പൊട്ടിത്തെറിച്ചോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഐ ഹാവ് ദിസ്, ഈ സാധനം ഞാൻ കഴിക്കാം. അനു പറയാണ് എനിക്ക് സാലഡാണ്. എ സാലഡ് ഫോർ മീ, എ സാലഡ് ഫോർ മീ. ചിലർ സലാഡ് എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് ജർമ്മനിലൊക്കെ അങ്ങനെയാണ് സലാഡ്, പക്ഷെ ഇംഗ്ലീഷിൽ സാലഡ്. അതുപോലെ സ്ട്രെസ് കൊടുക്കുന്ന എവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എ സാലഡ് ഫോർ മീ. അപ്പോൾ ആര്യ പറയാം ഫോർ മീ എന്ന് വെച്ചാൽ എനിക്ക് കേട്ടോ. ആര്യ പറയാണ് അവർ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക, എനിക്ക് എൻജിനീയറിങ്ങിന് പോകണ്ട, എനിക്ക് എൻജിനീയറിങ്ങിന് പോകണം എന്നെങ്ങനെയാ പറയാ?
എനിക്ക് എന്തെങ്കിലും വേണം, ഐ വോണ്ട് അല്ലേ. അപ്പം എനിക്ക് വേണ്ട, ഐ ഡോണ്ട് വോണ്ട്. എന്താണ് വേണ്ടാത്ത? എഞ്ചിനീയറിങ്ങിന് പോകണ്ട. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഫോർ എഞ്ചിനീയറിങ്. I don't want to go. I don't want to go. I don't want to go. I don't want to go for engineering. പഠിക്കാൻ താല്പര്യമില്ല എഞ്ചിനീയറിങ്, അതാണ് പറയണത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ എഞ്ചിനീയറിങ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമില്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ആ സാധനം. ഐ ഡോണ്ട് വാണ്ട് ടു എക്സസൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു എക്സസൈസ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ എഞ്ചിനീയറിങ്. എന്താ എഞ്ചിനീയറിംഗിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറയണേ? കണക്കിന് ഞാൻ പുറകിലാടാ, അങ്ങനെ പറയാ. ഇതും ശ്രദ്ധിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് മികവുണ്ട്, നമുക്കതിൽ കഴിവുണ്ടെങ്കിൽ ഐ എം ഗുഡ് അറ്റ് ആ കാര്യം. കഴിവില്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് അറ്റ് ആ കാര്യം. അപ്പോൾ കണക്കിൽ ഞാൻ ഇത്തിരി പുറകിലാ. ഐ എം നോട്ട് ഗുഡ് അറ്റ് മാത്ത്. ഐ എം നോട്ട് ഗുഡ് അറ്റ് മാത്ത്. കണക്കിൽ ഞാൻ പുറകിലാ, എഞ്ചിനീയറിംഗിനൊന്നും എനിക്ക് പോകണ്ട. ഐ എം നോട്ട് ഗുഡ് അറ്റ് മാത്ത്. ഇതുണ്ടോ, നമ്മൾ മാത്സ് എന്ന് പറയാറുണ്ട്. ഇത് മാത്ത് രണ്ടും കുഴപ്പമില്ല കേട്ടോ. അമേരിക്കനും ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. ചിലതിൽ മാത്ത് പറയും, ഒരെണ്ണത്തിൽ മാത്സ് എന്ന് പറയും. ഏതായാലും കുഴപ്പമില്ല. ഐ എം നോട്ട് ഗുഡ് അറ്റ് മാത്ത്. അപ്പം അനു പറയാം, അയ്യോ ഞാൻ അതിനേക്കാളും വലത്താ, എൻ്റെ കാര്യം എന്നെക്കാളും കഷ്ടമാണ്. എങ്ങനെ പറയാം? ഐ എം വേഴ്സ്. ഇത് ശ്രദ്ധിക്കണം. ഞാൻ എന്തെങ്കിലും എന്താ പറയുക, ഞാൻ നല്ലതാണ്, ഐ എം ഗുഡ്. ഞാൻ ഒരാളെക്കാളും വലത്താണ്, അതിനേക്കാളും കഷ്ടമാണെന്ന് പറയാൻ മോർ ബാഡ് എന്ന് പറയില്ല. ആ മോർ ബാഡിന് പറയുന്നൊരു വാക്കാണ് വേഴ്സ്. വേഴ്സ്. ഓക്കെ, ഞാൻ ഏറ്റവും മോശമാണെന്ന് എങ്ങനെ പറയും? ഐ ആം ദി വേഴ്സ്റ്റ്. ഓ, കണക്കിൽ ഈ ലോകത്ത് എന്നെ തോപ്പിക്കാൻ ആരുമില്ല, ഞാനാണ് ഏറ്റവും മോശം. ഐ ആം ദി വേഴ്സ്റ്റ്. പക്ഷേ ഇപ്പം നേരത്തെ ആദ്യം പറയണം എനിക്ക് കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അനു ഞാൻ അതിനേക്കാളും മോശമാണെന്ന് പറയാം, ഐ എം വേഴ്സ്. അപ്പം ശരിക്കും അവിടെ കമ്പയർ ചെയ്യാണ്. നിന്നെക്കാളും ഞാൻ കഷ്ടമാണ് ഈ മാത്സിൻ്റെ കാര്യത്തിൽ നിന്ന്. മുഴുവൻ എടുത്ത് പറയില്ല, ഐ എം വേഴ്സ് ദാൻ യു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നോർമൽ കോൺവെർസേഷൻ അതിന് ആവശ്യമില്ല, സ്പോക്കൺ ഇംഗ്ലീഷിൽ അതിന് ആവശ്യമില്ല. അപ്പം ഐ എം വേഴ്സ്. എന്നിട്ട് പറയാണ്, കണക്ക് പരീക്ഷയില്ലേ, അയ്യോ ഒരു എന്താ പറയുക, ദുസ്വപ്നമായിരുന്നു എനിക്കത്. അങ്ങനെ പറയാം, ദുസ്വപ്നം, നൈറ്റ് മെയർ. ദ മാത്ത് എക്സാം വാസ് എ നൈറ്റ് മെയർ. ആയിരുന്നു. ഇപ്പോൾ മാത്ത് എക്സാം ഇങ്ങനെയാണ് എന്നാണെങ്കിൽ എസ് എന്ന് പറയും. ആയിരുന്നു, കഴിഞ്ഞു പോയൊരു എക്സാമാണ് കണക്കിൻ്റെ പരീക്ഷ. എൻ്റെ അമ്മോ, ഒരു ദുസ്വപ്നമായിരുന്നു അത്. ദ മാത്ത് എക്സാം വാസ് എ നൈറ്റ് മെയർ. ഞാൻ കഷ്ടിച്ചാണ് അത് പാസ്സായത്. അതിങ്ങനെ പറയും, കഷ്ടിച്ചാണ് ചെയ്തതെന്ന് പറയാൻ ഉപയോഗിക്കേണ്ട വാക്ക് ബെയർലി. ബെയർലി. ഞാൻ കഷ്ടിച്ചാണ് അത് പാസ്സായത്. പാസ്സാവുക, ഞാൻ അത് പാസ്സായി, ഐ പാസ്ഡ് ഇറ്റ്. ഞാൻ കഷ്ടിച്ചാണത് പാസ്സായത്, ഐ ബെയർലി പാസ്ഡ് ഇറ്റ്. ഐ ബെയർലി പാസ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ഐ ബെയർലി പാസ്ഡ് ഇറ്റ്. അപ്പം മനു പറയാം, അയ്യോ എനിക്കാണെങ്കിൽ ബയോളജിയാണ് അങ്ങനെ. അങ്ങനെ പറയാം, എനിക്ക് ഫോർ മീ ഇറ്റ്സ് ബയോളജി. അവർക്ക് രണ്ടുപേർക്കും കണക്കല്ലേ പ്രശ്നം. മനു പറയാം, അയ്യോ ഫോർ മീ ഇറ്റ്സ് ബയോളജി. എനിക്ക് ഈ പേരുകളൊന്നും എങ്ങനെ വന്നാലും ഓർത്ത് വയ്ക്കാൻ പറ്റണില്ല. ഐ കാൺട്ട് സീം ടു റിമെമ്പർ ഓൾ ദി നെയിംസ്. ആ പേരുകളില്ലേ, അത് ഓർത്ത് വയ്ക്കാൻ എനിക്ക് കുറച്ച് പാടാ. അത് വേണമെങ്കിൽ സീംറ്റോട് ഇല്ലാതെയും പറയാം. ഐ കാൺട്ട് റിമെമ്പർ ഓൾ ദി നെയിംസ് എന്ന് പറയാം. പക്ഷേ അവിടെ സീം ടു വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയായി. അപ്പം നിങ്ങൾക്ക് സീം ടു ഇടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ കാൺട്ട് റിമെമ്പർ ഓൾ ദി നെയിംസ് എന്ന് പറയാം. ഐ കാൺട്ട് റിമെമ്പർ, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്ത് ഓൾ ദി നെയിംസ്. ഐ കാൺട്ട് സീം ടു എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവമായി തോന്നുന്നു. പേരുകളൊക്കെ ബൈഹാർട്ടായിട്ട് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് തോന്നുന്നു. ഐ കാൺട്ട് സീം ടു റിമെമ്പർ ഓൾ ദി നെയിംസ്. അപ്പം ആരും പറയാം, നല്ല മണമാണല്ലോ ഡി നിൻ്റെ. അങ്ങനെ പറയാം, ഇതും പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അല്ലാതെ പെട്ടെന്ന് എനിക്ക് പെർഫ്യൂമിനെ കുറിച്ചൊരു കൗതുകം തോന്നിയിട്ടല്ല. യു സ്മെൽ ഗുഡ്. ഇവിടെ ശ്രദ്ധിക്കണം, യു സ്മെൽ ഗുഡ്. യു സ്മെൽ ഗുഡ്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നന്നായി ചെയ്യും എന്നുള്ളപ്പോൾ യു സിങ് ബ്യൂട്ടിഫുള്ളി അങ്ങനെയല്ല പറയാം. ബ്യൂട്ടിഫുള്ളി എങ്ങനെയാണ് നമ്മൾ പാടുന്നത്? യു റൈറ്റ് ബ്യൂട്ടിഫുള്ളി. അതുപോലെ വേഗത്തിലാണെങ്കിൽ ഫാസ്റ്റ്ലി എന്ന് പറയരുത്, ഫാസ്റ്റ്. ഇവിടെ ലീ ചേർക്കരുത്. യു റൺ ഫാസ്റ്റ്. നല്ല വേഗത്തിൽ ഓടാറുണ്ടല്ലോ, യു റൺ ഫാസ്റ്റ്. നീ നന്നായിട്ട് നല്ല മണമുണ്ടല്ലോ, യു സ്മെൽ ഗുഡ്. അവിടെ എപ്പോഴും ഗുഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. യു കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല രസമുള്ളൊരു ഡ്രസ്സൊക്കെ പുതിയതിട്ടിട്ട് പറയണേ, യു ലുക്ക് ഗുഡ്. അപ്പോൾ ലുക്ക് ഗുഡ്, സ്മെൽ ഗുഡ്. അങ്ങനെ എന്താ പറയുക, വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ ഇതുമാതിരി. നീ ഏത് പെർഫ്യൂമാ എന്നിട്ടേക്കണേ? അങ്ങനെ പറയാം. പെർഫ്യൂം വെയർ ചെയ്യാന്നാ പറയാം. വാട്ട് പെർഫ്യൂം ആർ യു വെയറിങ്? കേട്ടോ, ഇത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്ലാണ്. അപ്പം വെച്ചാൽ ധരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അടിച്ചുകൊണ്ടിരിക്കുകയല്ല, ആള് ധരിച്ചിരിക്കുന്ന പെർഫ്യൂം ഏതാണ്. അപ്പോൾ യു ആർ വെയറിങ് എ പെർഫ്യൂം അല്ലേ, നീ ഒരു പെർഫ്യൂം ഇട്ടിട്ടുണ്ട്.
അത് ഏതാണ്? വാട്ട് പെർഫ്യൂം ആർ യു വെയറിങ്? നിന്റെ മുകളിൽ ഇപ്പോൾ പൂശിയിട്ടുള്ള പെർഫ്യൂം ഏതാണ്? വാട്ട് പെർഫ്യൂം ആർ യു വെയറിങ്? അപ്പോൾ അനു പറയാം, ഈ സെൻറ്റൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ട് പെർഫ്യൂം ആർ യു വെയറിങ് കേട്ടോ. ഈ ആർ യു വെയറിങ്, വാട്ട് പെർഫ്യൂം ആർ യു വെയറിങ്. നീ പെർഫ്യൂം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ ആർ യു വെയറിങ് എനി പെർഫ്യൂം? ഏത് പെർഫ്യൂം ആണെങ്കിൽ വാട്ട് പെർഫ്യൂം ആർ യു വെയറിങ്. ഓക്കെ. അപ്പോൾ അനു പറയാണ്, എനിക്ക് പേര് ഓർമ്മയില്ലടാ, ഐ കാൺട്ട് റിമെമ്പർ ദ നെയിം. എനിക്കത് പറ്റുന്നില്ല, പേര് ഓർക്കാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് റിമെമ്പർ ദ നെയിം. എൻ്റെ കസിൻ തന്നതാ. അപ്പോൾ തന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് തരിക, ഗിവ്. തന്നു കഴിഞ്ഞാൽ മൈ കസിൻ ഗേവ് ഇറ്റ് ടു മീ. ഇവിടെ ശ്രദ്ധിക്കണേ, പലരും മൈ കസിൻ ഗേവ് എന്ന് പറഞ്ഞ് നിർത്തും. അങ്ങനെ നിർത്തരുത്. ആര്, എന്ത് എന്നൊക്കെ ഉള്ളത് അവിടെ ചേർക്കണം. മൈ കസിൻ ഗേവ് ഇറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മൈ കസിൻ ഗേവ് ഇറ്റ് എനിക്ക് ടു മീ എന്ന് പറയാം. ഗേവ് എന്ന് പറഞ്ഞാൽ നിർത്തരുത്. മൈ കസിൻ ഗേവ് എന്ന് പറയരുത്. പ്രത്യേകം എടുത്ത് പറയാം. നിങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറേ ആയാലും ഇത് കേൾക്കണു. നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഞാനിപ്പോൾ കണ്ട് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വരുന്ന മിസ്റ്റേക്സ് ആണ്. ഒരു 100 ആൾക്കാരെ കണ്ടാൽ 99 പേരും വരുന്ന മിസ്റ്റേക്സ് എടുത്തെടുത്ത് പറയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. മൈ കസിൻ ഗേവ് ഇറ്റ് ടു മീ. അപ്പോൾ മനു പറയണേ, അയ്യോ ഈ പിസ്സ മനു ഓർഡർ ചെയ്തില്ലേ, ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തില്ലേ, അതൊരു പിസ്സ ആയിരുന്നു. അപ്പോൾ മനു, അയ്യോ ഇത് എനിക്ക് കുറച്ചധികം വലുതാണല്ലോ ഈ പിസ്സ. എങ്ങനെ പറയും? നമ്മൾ പറഞ്ഞു നോക്കി. പിസ്സ എനിക്ക് കുറച്ചധികം വലിപ്പമുള്ളതാണ്. ദ പിസ്സ ഇസ് എ ബിറ്റ് ടു ബിഗ്. അവിടെ ബിറ്റ് ചേർത്തെങ്കിലും കുഴപ്പമില്ല. ദ പിസ്സ ഇസ് ടു ബിഗ് ഫോർ മീ. എനിക്ക് ഈ പിസ്സ ഭയങ്കര വലുതാണിത്, എനിക്ക് കഴിക്കാൻ പറ്റാവുന്നതിലും വലുതാണ്. അതാണ് ടു ബിഗ് അല്ലേ. ഇത് നല്ല വലിയൊരു പിസ്സയാണെന്ന് പറഞ്ഞെങ്കിൽ ദിസ് ഇസ് എ വെരി ബിഗ് പിസ്സ എന്ന് പറഞ്ഞാൽ മതി, സന്തോഷമുള്ളൂ. പക്ഷെ ഇതൊരു ബുദ്ധിമുട്ട്. അയ്യോ ഇത് കുറച്ചധികം വലുതായി പോയല്ലോ എന്നൊരു ബുദ്ധിമുട്ട്. അപ്പോഴാണ് നമ്മൾ ടു ചേർക്കുക. ദ പിസ്സ ഇസ് ടു ബിഗ് ഫോർ മീ. അപ്പോൾ നമ്മൾ കുറച്ചധികം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നമ്മൾ ചേർക്കില്ല മലയാളത്തിൽ. ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് ചേർക്കണമാണ് എ ബിറ്റ്. അപ്പോൾ ദ പിസ്സ ഇസ് എ ബിറ്റ് ടു ബിഗ് ഫോർ മീ. കുറച്ചധികം വലുതായി പോയി അല്ലേ. ദ പിസ്സ ഇസ് എ ബിറ്റ് ടു ബിഗ് ഫോർ മീ. ഈ സ്കേർട്ട് എനിക്ക് കുറച്ചധികം ചെറുതാണ്. ഇങ്ങനെ പറയാം, ദ സ്കേർട്ട് ഇസ് എ ബിറ്റ് ടു ഷോർട്ട് ഫോർ മീ. അല്ലെങ്കിൽ ഇതിൻ്റെ എരി കുറച്ചധികം കൂടുതലാണല്ലോ ഇതിൻ്റെ എരിവ്, സ്പൈസി എന്ന് പറയാം. ദ കറി ഇസ് എ ബിറ്റ് ടു സ്പൈസി ഫോർ മീ. ഒരു എരിയാണ് ഭയങ്കരമായിട്ട്, ഇറ്റ്സ് ടു സ്പൈസി അല്ലെങ്കിൽ ഇറ്റ്സ് എ ബിറ്റ് ടു സ്പൈസി ഫോർ മീ. ഓക്കെ, അത് മനസ്സിലായോ? അഭിനയിച്ച് തകർത്താലേ നമുക്കത് പിടിയിട്ടുള്ളൂ കേട്ടോ. സകലമാന കഴിവുകളും മോഹൻലാലിനും മമ്മൂട്ടിനൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം പറയണം, ഞാനൊരു കഷ്ണം എടുക്കാം. പിസ്സയുടെ കഷ്ണത്തിന് എന്ന് പറയാം സ്ലൈസ്. ഐ കൻ ടേക്ക് എ സ്ലൈസ്. ഞാനൊരു കഷ്ണം എടുക്കാം. എന്നിട്ട് കഴിച്ചിട്ട് പറയാം, ഇത് നമ്മൾ കഴിഞ്ഞ തവണ കഴിച്ചാൽ അതിന് അത്ര നല്ലതല്ല. അങ്ങനെ പറയാം. ഇത് നല്ലതാണെന്ന് ഇങ്ങനെ പറയും, ദിസ് ഈസ് ഗുഡ്. ഇത് നല്ലതല്ല, ദിസ് ഈസിൻറ്റ് ഗുഡ്. ദിസ് ഈസ് നോട്ട് ഗുഡ്. അതാണ് ദിസ് ഈസിൻറ്റ് ഗുഡ്. കഴിഞ്ഞ തവണ കഴിച്ച അതിനെ അപേക്ഷിച്ച് ഇത് അത്രയും നല്ലതല്ല എന്ന് പറയണമെങ്കിൽ ദിസ് ഈസിൻറ്റ് ആസ് ഗുഡ് ആസ് അത് നേരത്തെ പറഞ്ഞതിനേക്കാളും ദ വൺ വി ഹാഡ് ലാസ്റ്റ് ടൈം. അപ്പോൾ രണ്ടെണ്ണമുണ്ട്. ദിസ് ഒന്നിത്, പിന്നെ ഇതുള്ളത് ദ പിസ്സ വി ഹാഡ് ലാസ്റ്റ് ടൈം. ഹാഡ് എന്ന് പറഞ്ഞാൽ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ്. നമ്മൾ ഒരെണ്ണം കഴിഞ്ഞ തവണ കഴിച്ചു. വി ഹാഡ് വൺ ലാസ്റ്റ് ടൈം. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസിൻറ്റ് ആസ് ഗുഡ് ആസ് ദാറ്റ്. ആസ് ഗുഡ് ആസ് കേട്ടോ. ദിസ് ഈസിൻറ്റ് ആസ് ഗുഡ് ആസ് ദ വൺ വി ഹാഡ് ലാസ്റ്റ് ടൈം. ഇത് ഒരു സെൻറ്റൻസോട് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടുപിടിക്കുക. ഈ സിനിമ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൻ്റെ അത്ര നല്ലതല്ല. ദിസ് മൂവി ഈസിൻറ്റ് ആസ് ഗുഡ് ആസ് ദ വൺ വി സോ ലാസ്റ്റ് ടൈം. ഓക്കെ, നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞ തവണ വാങ്ങിച്ച ബുക്കിൻ്റെ അത്രയും വിലയില്ല ഇതിന്. അപ്പോൾ ദിസ് ബുക്ക് ഈസിൻറ്റ് ആസ് എക്സ്പെൻസീവ് ആസ് ദ വൺ വി ബോട്ട് ലാസ്റ്റ് ടൈം. ഹാഡ് അല്ലല്ലോ, ബോട്ടല്ലേ, ബൈ അല്ലേ ചെയ്തേ. അപ്പം ബൈയുടെ പാസ്റ്റ് സ്പോട്ട് പറഞ്ഞോട് പറയട്ടെ, കിട്ടുമോ? ഈ പായസം കഴിഞ്ഞ തവണ കഴിച്ച പായസത്തിൻ്റെ അത്ര മധുരമില്ല. ദിസ് പായസം ഈസിൻറ്റ് ആസ് സ്വീറ്റ് ആസ് ദ വൺ വി ഹാഡ് ലാസ്റ്റ് ടൈം. ക്ലിയർ ആയോ? അപ്പം മനു പറയാം, അത് അതിനേക്കാളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ പിസ്സ കഴിച്ചത് ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിനേക്കാളെന്ന് പറഞ്ഞില്ലേ. അപ്പം മനു പറയാണ്, അത്
ഇതിനേക്കാളും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഇതിനേക്കാളും ഭയങ്കര എന്ന് പറയാൻ വേ മോർ എക്സ്പെൻസീവ്. ഓക്കെ, ദാറ്റ് വൺ അന്ന് കഴിച്ചത് വാസ് വേ മോർ എക്സ്പെൻസീവ് ദാൻ ദിസ്. ഇതിനേക്കാളൊന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു അത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിൻ്റെ വില, ബില്ലടച്ചത് ഞാനല്ലേ. ദാറ്റ് വൺ വാസ് വേ മോർ എക്സ്പെൻസീവ് ദാൻ ദിസ്. അപ്പോൾ അനു പറയാണ്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാ, എനിക്ക് ഭയങ്കര തലവേദന. എന്നാ പറയാ, ഞാൻ ഇനി ചെയ്യാൻ പോകണം. അപ്പോൾ ഐ എം ഗോയിങ് ഹോം, ഞാൻ വീട്ടിൽ പോവാൻ പോവാ അല്ലെങ്കിൽ പോവാ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോവാടാന്ന് പറയില്ല, ഐ എം ഗോയിങ് ഹോം. അപ്പോൾ ഇത് രണ്ട് രീതി വരാം. അപ്പോൾ നമ്മളിങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ചോദിക്കുക എവിടെയാ പോണേ, ഞാൻ വീട്ടിൽ പോവാ, ഐ എം ഗോയിങ് ഹോം. കാരണം നടന്നുകൊണ്ടിരിക്കുക, അതപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചേക്കുക ഞാൻ വീട്ടിൽ പോവാ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ല, തീരുമാനിച്ചതാ. അതിന് ഇതേ സെൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ആ സന്ദർഭം അനുസരിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ഐ എം ഗോയിങ് ഹോമിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. കാരണം നിങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കണോ വീട്ടിൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ, അങ്ങനെയാണെങ്കിൽ തീരുമാനിച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കോൺടെക്സ്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ ചേട്ടാന്ന് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞോളാം കേട്ടോ. ഇതൊക്കെ ട്രിക്കി ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദിസ് ഞാൻ വീട്ടിൽ പോവാം, ഐ എം ഗോയിങ് ഹോം ആഫ്റ്റർ ദിസ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം, ഐ എം ഗോയിങ് ഹോം ആഫ്റ്റർ ദിസ്. ഓക്കെ, എനിക്കൊരു ഭയങ്കര തലവേദന. അപ്പോൾ ഭയങ്കര തലവേദന, ടെറബിൾ ഹെഡേക്ക്. അപ്പോൾ എങ്ങനെ പറയാം, എനിക്കുണ്ട് തലവേദന ഉണ്ട്. ഐ ഹാവ്, ഈ തലവേദനയ്ക്കൊക്കെ ഒരു എന്നുള്ള വാക്ക് ചേർക്കണം. ഫീവറിനൊക്കെ ഐ ഹാവ് എ ടെറബിൾ ഹെഡേക്ക്. ഐ ഹാവ് ടെറബിൾ ഹെഡേക്ക് എന്ന് പറയരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോഴുള്ളൂ ഇതെന്തിനാണ് നിങ്ങൾക്ക് എന്നോട് പഠിപ്പിക്കണേ, ഇതൊക്കെ പറഞ്ഞത് എനിക്ക് ടെൻഷനാവില്ലേ, ഒരു ഫീലിംഗ് വരും. ഒരിക്കലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ അവിടെ ഉപയോഗിക്കാത്ത ആരെങ്കിലും കണ്ട എന്ന് ചോദിക്കാൻ തോന്നും. നമുക്ക് എവിടെ പോയി ചോദിക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒന്നും പഠിച്ചാൽ മതി, ഒരു പ്രാവശ്യം അത് പഠിച്ചാൽ പിന്നെ നമുക്ക് അത് വരും കേട്ടോ. ഐ ഹാവ് എ ടെറബിൾ ഹെഡേക്ക് അല്ലേ, നമുക്കത് ഒരു ത്രില്ലല്ലേ, പഠിച്ച് നല്ല അടിപൊളിയാവൻ്റെ അല്ലേ. അപ്പം മനു പറയാണ്, അയ്യോ നിന്നെ കണ്ടിട്ട് ഒരു ക്ഷീണം പോലെ ഉണ്ടല്ലോ, യു ലുക്ക് ടയേർഡ്. ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാ, യു ലുക്ക് ടയേർഡ്. നിനക്ക് കുറച്ച് റെസ്റ്റ് വേണം കേട്ടോ, നിനക്ക് വേണം, യു നീഡ് സം റെസ്റ്റ്, യു നീഡ് സം റെസ്റ്റ്. നിനക്ക് പൈസ വേണം, എങ്ങനെ പറയും, യു നീഡ് സം മണി എന്ന് വെച്ചോ, യു നീഡ് സം മണി. നിനക്കൊരു ഇംഗ്ലീഷ് കോഴ്സ് വേണം, ഇല്ലാണ്ട് ഇത് നേരെയാവില്ല, യു നീഡ് എൻ ഇംഗ്ലീഷ് കോഴ്സ്, easyenglishwithvinny.com. അവിടെ പോയാൽ മതി, എൻ്റെ കോഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഹോംവർക്ക് ഉണ്ടേ. ആദ്യത്തത്, എന്താ നീ തിന്നോണ്ടിരിക്കണേ, എന്താന്ന് പറയാൻ വാട്ട്, എന്താ നീ തിന്നോണ്ടിരിക്കണേ, നിന്റെ വായിൽ എന്താ. ഈ രണ്ട് ചോദ്യം നമ്മൾ ഇത്രയും കാലത്ത് നമ്മുടെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും കിട്ടും, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആദ്യത്തത് എന്താ നീ തിന്നോണ്ടിരിക്കണേ, രണ്ടാമത്തത് എന്താ നിന്റെ വായിൽ. ഇത് രണ്ടും ഒന്നല്ലേ ടീച്ചറെ, രണ്ടായിട്ട് തന്നെ പറയട്ടാ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായോ? ഇങ്ങനത്തെ രീതിയിലൊക്കെ പഠിച്ചാലേ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിപ്പിക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നസെൻറ്റിൻ്റെ ഒരു വീഡിയോ മൂവി എന്തോ കണ്ടു. അത് പിന്നെയാണ് എൻ്റെ ഭാഷ ഭയങ്കര തൃശ്ശൂർ സ്റ്റൈലിലായിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വീഡിയോയിൽ കുറേ അങ്ങനെ ആ ഒരു ഇത് വരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും കണ്ടാൽ അവരുടേതായിരിക്കും. ശ്രീനിവാസൻ്റെ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കണ്ടപ്പോൾ കുറച്ച് കണ്ണൂർ സ്ലാങ് ഒക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്യണമല്ല, അത് എടുത്തു മാറ്റാൻ ഭയങ്കര പാടാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വരും, അല്ലാണ്ട് ഞാൻ ഓവറാക്കുന്നതല്ല കേട്ടോ. അയ്യോ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിപ്പോൾ 7, 8, 9, 10 ക്ലാസ്സുകളുണ്ട്, 3 കൂടി ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് സൂപ്പർ ആവും. പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിപ്രായമൊക്കെ പറയാറുണ്ട്. വളരെ സന്തോഷം. കീപ് ഡൂയിങ് ഇറ്റ് കേട്ടോ. പ്രാക്ടീസ് മാത്രമാണ് ആ മരുന്ന് ഇംഗ്ലീഷ് റെഡിയാക്കാനുള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് പറയണേ. പിന്നെ പറ്റുന്ന പോലെ ആ ഹോംവർക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതാണ് ഒരാൾക്ക് ഇംഗ്ലീഷ് ജീവിതത്തിൽ എന്നേക്കും സെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഒരു കോഴ്സ് എന്ന് വെച്ചാൽ അതാണ്. അത് ഡീറ്റെയിൽസ് എനിക്ക് ഇമെയിൽ അയച്ചാൽ പറഞ്ഞുതരാം. ലൈവ് ക്ലാസ് അല്ല, പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ലൈവ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ആ കോഴ്സ് എടുത്ത ആൾക്കാർക്ക് അറിയാം എങ്ങനെ സംശയം ചോദിക്കുക, എങ്ങനെയാണ് ഞാൻ ഉത്തരം പറഞ്ഞു കൊടുത്തേക്കുന്നത്. എത്ര ചോദ്യങ്ങളെ കുട്ടികൾ ചോദിക്കാറെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പഠിക്കുമ്പോഴാണ് ചോദ്യം ചോദിക്കുക. ചിലർ കോഴ്സ് എടുത്തിട്ട് പിന്നെ 2 വർഷത്തേക്ക് മിണ്ടാറില്ല. അങ്ങനത്തെ ആൾക്കാർ എനിക്ക് താല്പര്യമില്ല. പഠിക്കണം, ഭയങ്കര ആഗ്രഹമുണ്ട് പഠിക്കണമെങ്കിൽ. ഒരു കോഴ്സ് എടുത്ത് ലൈഫ് സെറ്റ് ആക്കണമെങ്കിൽ, ഇംഗ്ലീഷ് സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ പരസ്യം ഒന്നും കണ്ടിട്ട് ഓരോ ഇതിൽ പോയി ചേരണ്ട. ഈ കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ബാക്കി നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾക്കിനി ഇംഗ്ലീഷ് ഗ്രാമറൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് കുറച്ച് സാധാരണ സംസാരിക്കാനുള്ള കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ 30 ഡേ വാട്സപ്പ് ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാത്തവരേക്കും ബൈ.